എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഇൻസിഡൻറ്റ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രാമപ്രദേശത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടൗണിലാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പോയിട്ട് ചേരുന്നത്. ഒരു ദിവസം 6ാം ക്ലാസ് സ്കൂളൊക്കെ തുടങ്ങി ഏതാണ്ട് ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ ആ സമയമൊക്കെ ആയപ്പോൾ ഞാൻ ദിവസം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഉമ്മ ചേർത്ത് പറഞ്ഞ്, ഉമ്മ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു, നിനക്കാ ഉള്ള ഭാഗത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്തോ ഒരു അത്ഭുതം പോലെ ഇവൻ എന്ത് പറ്റി എന്നുള്ളൊരു ഭാഗത്തിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഉമ്മ പറഞ്ഞ്, നടക്കണ കാര്യം വല്ലതും പറയടാന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങളെന്ത് ഇത് പറഞ്ഞിട്ട് കേൾക്കാത്തത് വെച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞ്, നിനക്കത് പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് പറ്റും. അല്ലെ ഉമ്മാനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ആ സമയം വരെ 6ാം ക്ലാസ്സിൽ പഠിക്കണവരും മര്യാദക്ക് മലയാളം എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഇംഗ്ലീഷിൽ 4ാം ക്ലാസ്സിലാണ് അന്നൊക്കെ നമ്മൾ മറ്റേ ഇംഗ്ലീഷ് പഠിച്ചു കൊടുക്കുന്നത്. 6ാം ക്ലാസ്സായിട്ട് എനിക്ക് ABCD എഴുതാൻ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് ഞാൻ വന്നിട്ട് വല്ല ഡയലോഗ് പറയണത് ഉമ്മ ചിന്തിക്കണേ. ഉമ്മ പറഞ്ഞ, ഒരു പണി, നീ പോയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അന്നാരായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? അത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ഉമ്മ ഉദ്ദേശിച്ച എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മറ്റേ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ല, അങ്ങനെ എൻ്റെ വീട്ടിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. അത് വല്യമ്മയായിരുന്നു. വല്യമ്മ അന്ന് പണ്ടത്തെ 9ാം ക്ലാസ്സാണ്. അപ്പോൾ വല്യമ്മയാണ് നമ്മുടെ സ്കൂളിൽ ഇന്നത്തെ കളക്ടറാണ്. ഇന്നത്തെ കളക്ടർ. അത് അന്നത്തെ PE മീറ്റിങ്ങുകളിലും പാരൻസ് മീറ്റിങ്ങിലൊക്കെ വരുന്ന വല്യമ്മയാണ്. അപ്പോൾ വല്യമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്യമ്മക്ക് ഈ പഠിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വല്യമ്മയുടെ ഞാൻ പോയിട്ട്, വല്യമ്മ എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി പെട്ടെന്നൊരാഗ്രഹം? അതൊന്നും നിങ്ങൾ അറിയണ്ട, എനിക്ക് പഠിക്കണം, എന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന് വെച്ചു. ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ട്. അതാണ് പറയാം, അതിലേക്ക് വരാം. വലിയ നേരെ കൊണ്ടുപോയിട്ട് ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അടുത്തൊരു ഗീത ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി നല്ല ചേച്ചിയായിരുന്നു, ട്യൂഷൻ ടീച്ചർ. അപ്പോൾ ഗീത, ഇവൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, എന്താ പറ്റിയെന്ന് എൻ്റെ അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവൻ അവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തേ കേട്ടോ എന്ന് പറഞ്ഞു. ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഗീത ചേച്ചി എന്നോട് പറഞ്ഞു, ഇംഗ്ലീഷിലൊരു പേപ്പർ എടുത്തിട്ടൊന്ന് പിന്നെ ഒരു സബ്ജക്റ്റ് എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് വായിക്കാനെന്ന് പറഞ്ഞൂടാ, എനിക്ക് ABCD പോലെ എഴുതാൻ അറിഞ്ഞൂടാ. ബട്ട് ചേച്ചി എനിക്ക് ABCD എഴുതാൻ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ABCD എഴുതാൻ പഠിച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, പഠിത്തം തുടങ്ങി. 7ാം ക്ലാസ്സിലായപ്പോൾ 2 സബ്ജക്റ്റായി, 8ാം ക്ലാസ്സിലായപ്പോൾ 6 സബ്ജക്റ്റ് പഠിച്ചു, 9 തുടങ്ങി, 9 ആയപ്പോൾ ഫുൾ സബ്ജക്റ്റ് പഠിച്ചു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് പാസ്സായി. ഇനി ഇതിൻ്റെ പിന്നീടുള്ള കഥ എന്താണെന്നറിയാം? ആ സ്റ്റോറിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ പേര് ശാന്ത ടീച്ചറായിരുന്നു. 6ാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഓക്കെ. ടീച്ചർ പിന്നെ ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത, 45 മിനിറ്റാണ് അന്നത്തെ ഒരു പീരീഡ്. 35 മിനിറ്റ് ഹിന്ദി എടുക്കും. ഓക്കെ. ആ 35 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ്. ടീച്ചർ വരുന്ന ഭയങ്കര ആവേശമാണ്. ഹിന്ദി തലേ കയറൂല, പക്ഷെ എന്നാൽ പോലും 35 മിനിറ്റ് കഴിഞ്ഞ ഒരു ആവേശമാണ്. എന്താ സംഭവം എന്നുണ്ടെങ്കിൽ അവസാനത്തെ 10 മിനിറ്റ് ടീച്ചർ ഒരു കഥ പറയും. ആ കഥ എന്ന് പറയുന്നത് ലോകത്ത് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ച് ജീവിച്ച് വളർന്ന് ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ആളുകളുടെ കഥകളാണ്. മോട്ടിവേഷൻ. അത് ശരിക്കും റിയൽ സ്റ്റോറികൾ പറയണം. നമ്മുടെ അടുത്ത് വേറെ ഒന്നും പറയില്ല ടീച്ചർ. കുട്ടികളെ ഞാൻ ഇന്നൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട്, എന്നാൽ അബ്രഹാം ലിങ്കൻ ആവാം, അതല്ലെങ്കിൽ വേറൊരാളാവാം, ഹൂവർ, അങ്ങനെ ഈ ഡിഫറെൻറ്റ് മേഖലയിലുള്ള ആളുകളുടെ സ്റ്റോറികൾ ഇങ്ങനെ പറയും. ടീച്ചർ വേറെ ഒന്നും പറയില്ല, ഈ സ്റ്റോറികൾ പറയും, നമ്മൾ ഇങ്ങനെ കേൾക്കും. ടീച്ചർ ഏതാണ്ട് ഒരു 2-3 മാസം കണ്ടിന്യൂ ചെയ്തു. 100ഓളം ദിവസം അത് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. കണ്ടിന്യൂ ചെയ്തിട്ട് ടീച്ചർ ഒരു ദിവസം ടീച്ചറിനോട് ചോദിച്ചു, ഇന്ന് ഞാൻ കഥയല്ല പറയാൻ പോകണം, ഇന്ന് നിങ്ങൾക്ക് പിരീഡില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് ഭയങ്കര കഥയല്ലേ, ഭയങ്കര ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാലൊക്കെ എത്ര ഇതുണ്ടെങ്കിലും നമ്മൾ പിന്നെ ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നല്ലേ ഇതിൽ പറയണേ, അതൊരു സംഭവമല്ലേ ടീച്ചർ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയാൻ തുടങ്ങി. ടീച്ചർ, യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ചു. കാരണം ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പഠിക്കുന്നൊരു സ്കൂളാണ്. എല്ലാ ചെറിയ കൂലിപ്പണിക്കാരുടെ മക്കളും എല്ലാവരും പഠിക്കുന്ന ഒരു സാധാരണ സ്കൂളാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ തലമുറയെ മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ പറയുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ വിജയിച്ചത് അവർ കഷ്ടപ്പെട്ടതുകൊണ്ടാണ്, അവർ ശ്രമിച്ചത് കൊണ്ടാണ്, അവർ പഠിച്ചത് കൊണ്ടാണ്, ജീവിതത്തിൽ പഠനം എന്നുള്ളത് നിലനിർത്തി കൊണ്ടുപോയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളും വിചാരിച്ചാൽ, നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് 360 മാറ്റാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തെ. അന്നെടുത്ത തീരുമാനമാണ് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പഠിക്കണം. അബ്സല്യൂട്ട്ലി. അതിന് ടീച്ചർ ഒറ്റ കാര്യം പറഞ്ഞോളൂ, എന്ത്, ഇന്ന് തീരുമാനിക്കണം, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠനം നടത്തില്ല എന്നുള്ളത്.
അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇന്നും ഞാൻ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ 100 ദിവസം ടീച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അബ്സല്യൂട്ട്ലി.